ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ആധ്യാത്മികമായ ഒരു പക്വത നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ അത് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ശോഭിക്കുന്നതാണ്. അതിനാൽ നമ്മുടെ മനസ്സിന് ഒരടക്കവും ഒതുക്കവും ഉണ്ടാവുക എന്നത് ജീവിതത്തെ സന്തോഷപ്രദമാക്കാൻ സഹായകമാണ്. ജീവിതം നന്നാവണമെങ്കിൽ, ജീവിതം സുഖപ്രദമാവണമെങ്കിൽ നാം ജീവിതം ശോഭനമാക്കുക തന്നെ വേണം. ആത്മബോധമുദിച്ചാലും ദേഹപീഡാതിഹേതുവാൽ ഖേദിച്ചു പോകാമെന്നാലും ജ്ഞാനനിഷ്ഠ നശിച്ചിടാം. നമുക്ക് ആത്മീയമായ ഉണർവുണ്ടായാലും ഈ ശരീരത്തിൽ വെച്ച് എന്താണോ നമ്മൾ അനുഭവിക്കേണ്ടത് അത് അനുഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ വിപരീതമായ അനുഭവം അല്ലെങ്കിൽ ആ ദുഃഖാനുഭവം വരുമ്പോഴും തളരാതിരിക്കാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടാവും. അതാണ് ആത്മവിദ്യ അഭ്യസിച്ചാൽ നാം തളരുകയില്ല. എന്തിനാണ് ജീവിതം എന്ന ശോചനീയമായ ചോദ്യം നാം ചോദിക്കുകയില്ല. ജീവിതത്തിന് പരമമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കലാണ് നാം ചെയ്യേണ്ടതായ പരമപ്രധാനമായ കർത്തവ്യവും ധർമ്മവും. അതനുഷ്ഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് സംതൃപ്തി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ആത്മബോധം ലഭിച്ചാലും, ആത്മീയമായ അനുഭൂതി, ആത്മീയമായ അറിവ് നമുക്ക് നേടിക്കഴിഞ്ഞാലും ദേഹപീഡാദി ഹേതുവാൽ ശരീരത്തിന് പലതരത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം അതനുഭവിക്കാനാണ് ഈ ശരീരം അടിച്ചിവിടെ വന്നിരിക്കുന്നത്. ആത്മബോധമുദിച്ചാലും ആത്മബോധം ലഭിച്ചാലും ദേഹപീഡാതിഹേതുവാൽ ഖേദിച്ചു പോകാമെന്നാലും ജ്ഞാനനിഷ്ഠ നശിച്ചിടാം. ക്ലേശങ്ങൾ വന്നു ചേർന്നാലും അവരുടെ ജ്ഞാനനിഷ്ഠയ്ക്ക് ഒരിളക്കവും വരികയില്ല. മനസ്സ് ചഞ്ചലമാവുകയില്ല, മനസ്സ് നിശ്ചലമായിരിക്കും. അപ്പോൾ പരമമായ സുഖവും സുരക്ഷയും അവർ അനുഭവിക്കുകയും ചെയ്യും. അവർക്ക് പൂർണ്ണത അനുഭവമാകും. അവർക്ക് ആവലാതിയോ വേവലാതിയോ അന്യാശ്രയമോ ഉണ്ടാവുകയില്ല. സ്വാശ്രയ ശേഷിയായിരിക്കും അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതിനാൽ ആത്മബോധമാണ്, ആത്മാവിനെ സംബന്ധിച്ച അറിവാണ് നാം നേടേണ്ടത്. ആ അറിവ് നേടിയില്ലെങ്കിൽ ബാക്കി എന്ത് നേടിയതുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. എന്നാൽ ആത്മബോധം നമുക്കുണ്ടായാൽ, ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് നേടി അതാണ് താനെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പ്രശ്നങ്ങളായി തോന്നുകയില്ല. അതാണ് യേശുദേവൻ കുരിശിൻ്റെ വഴിയിലൂടെ പോയിട്ടും കുരിശ് തറയ്ക്കുന്ന സമയത്തും അദ്ദേഹത്തിന് സങ്കടമോ ഖേദമോ ഉണ്ടായില്ല. ഇവരെന്താണ് ചെയ്യുന്നത്, ഇവർക്കറിയില്ല ദൈവമേ, അവരോട് പൊറുക്കേണമേ എന്ന് അദ്ദേഹം പറയാൻ സാധിച്ചത് അതുകൊണ്ടാണ്. അദ്ദേഹത്തെ കൂടുതൽ മഹത്വത്തിലേക്ക് ഉയർത്തുകയാണ് ആ പദവിക്ക് കാരണം. സാധാരണ ഒരു മരണമാണെങ്കിൽ യേശുദേവൻ ഇന്നും ഇത്രയും ആരാധകർ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ ഉന്നതിയിലേക്ക് ഉയർത്തിയത് ഇവരുടെ ദുഷ്പ്രവൃത്തികളാണ്. അതുപോലെ ആത്മബോധം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ആരെന്ത് പറഞ്ഞാലും അതൊന്നും തന്നെ നമ്മെ ബാധിക്കുകയില്ല. ആ പരമമായ ആനന്ദ നിർവൃതി എപ്പോഴും നാം അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ദേഹത്തിന് എന്ത് പീഡകൾ വന്നാലും അതൊന്നും നമ്മെ ബാധിക്കുകയില്ല. ആത്മബോധം ലഭിച്ചാലും ദേഹപീഡാതിഹേതുവാൽ ഖേദിച്ചു പോകാമെന്നാലും ജ്ഞാനനിഷ്ഠ നശിച്ചിടാം. ഹരേ കൃഷ്ണ.